രുദ്രാത്മികം ഭാഗം 12. എന്താ ഇങ്ങനെ നോക്കുന്നേ? ഇയാൾ ഇതുവരെ പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ? റൂമിൽ കയറിയിട്ടും ഒന്നും മിണ്ടാതെ ആമയെ തന്നെ നോക്കി നിൽക്കുന്ന രുദ്രനെ കണ്ട അവൾ ദേഷ്യത്തിൽ ചോദിച്ചു. കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതുപോലൊരു ഐറ്റത്തെ എവിടെയും കണ്ടിട്ടില്ല. അവളുടെ ചോദ്യത്തിൽ പെട്ടെന്ന് ബോധം വന്നതുപോലെ രുദ്രൻ അതും പറഞ്ഞുകൊണ്ട് ബെഡിൽ ചെന്നിരുന്നു. പിന്നെ കുറച്ചു നേരത്തേക്ക് രണ്ടുപേരും നിശബ്ദരായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലുണ്ടെങ്കിലും എന്ത് ചോദിക്കും, എങ്ങനെ ചോദിക്കും എന്ന ചിന്തയിലായിരുന്നു അവർ രണ്ടുപേരും. നീ എന്തിനാ ലച്ചുവിനോട് അങ്ങനെയൊക്കെ പറഞ്ഞത്? അവളൊന്നും മിണ്ടുന്നില്ലെന്ന് കണ്ട രുദ്രൻ ചോദിച്ചു. എങ്ങനെയൊക്കെ? അല്ല, കുറച്ചു നേരം മുമ്പേ വല്ലാത്ത അഭിനയമൊക്കെ അല്ലേ? അത് എന്തിനായിരുന്നു എന്ന് ചോദിച്ചതാ. അവളെ പോലെ തന്നെ പുച്ഛത്തോടെ അവനും തിരിച്ചു പറഞ്ഞു. ഓഹോ, അതോ? കാര്യം എൻ്റെ ചേച്ചിയൊക്കെ ആണേലും എല്ലായ്പ്പോഴും അവൾ മാത്രം ജയിച്ചാൽ മതിയോ? ഇടയ്ക്ക് ഞാനും കൂടി ജയിക്കണ്ടേ? മാത്രമല്ല, എൻ്റെ അച്ഛയെയും അമ്മയെയും വിഷമിപ്പിച്ച് അവളോട് ഇനി ഒരിക്കലും പൊറുക്കാനും എനിക്കാവില്ല. അപ്പോൾ പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് അവൾ കൊഞ്ചാൻ വന്നാൽ പിന്നെ കയ്യും കെട്ടി നിൽക്കാൻ ഞാൻ അത്ര പാവമൊന്നുമല്ല. ബെഡിൽ നിന്നും എഴുന്നേറ്റ് കൊണ്ടവൾ പറഞ്ഞു. ഓ, നിന്റെ കളി കണ്ട് ഞാൻ വിചാരിച്ചു ചേച്ചിയെ കണ്ട് വട്ടായി എന്ന്. അവളെ ചൂടാക്കാൻ എന്നോണം രുദ്രൻ പറഞ്ഞു. അത് കേട്ടതും കവിളുകൾ വീർത്തു. ചോരച്ചുണ്ടുകൾ കൂർപ്പിച്ചു വെച്ചുകൊണ്ടവൾ അവനെ ദേഷ്യത്തിൽ നോക്കി. തനിക്കതല്ല, അതിനപ്പുറവും തോന്നും. അത്രയും പറഞ്ഞുകൊണ്ട് വാതിലിനടുത്തേക്ക് പോകാൻ വേണ്ടി നോക്കുമ്പോഴാണ് വാതിലിൻ്റെ വിടവിൽ കൂടി അകത്തേക്ക് ഒളിഞ്ഞു നോക്കുന്ന ലച്ചുവിനെ ആമി കണ്ടത്. ഓഹോ, മോള് സത്യം അറിയാൻ വന്നേക്കുവാണല്ലേ? ദോതിപ്പോൾ കാണിച്ചു തരാവേ. ആമി ആത്മ. കണ്ണേട്ടാ, ഒരു കാര്യം മറന്നു. സ്വരത്തിൽ തേനും പാലും ചാലിച്ചുകൊണ്ട് അവൾ അവനരികിൽ ചെന്നു. അവളുടെ പെട്ടെന്നുള്ള ഭാവമാറ്റം കണ്ട രുദ്രനാണേൽ പറക്കാൻ ഇനി കിളികൾ ബാക്കിയില്ലെന്ന പോലെ വിജൃംഭിച്ചുകൊണ്ട് അവളെ നോക്കി തളർന്നിരുന്നു. ഇതേസമയം രുദ്രൻ്റെ അരികിലെത്തിയ ആമി ഒട്ടും പ്രതീക്ഷിക്കാതെ അവൻ്റെ മടിയിൽ കയറിയിരുന്നു. ആ നിമിഷം ബാലൻസ് കിട്ടാതെ അവനിൽ നിന്നും വീഴാനായി പോയ അവളെ രുദ്രൻ ഇടുപ്പിലൂടെ കൈയിട്ടുകൊണ്ട് ചേർത്ത് പിടിച്ചു. അവൻ്റെ കൈകൾ ധാവണിശാളിൽ നിന്നും തെന്നിമാറി അവളുടെ ആലില വയറിലാണ് പിടുത്തമിട്ടത്. അവൻ്റെ കയ്യിലെ ഇളം ചൂട് അവളുടെ ഇടുപ്പിൽ പതിഞ്ഞപ്പോൾ ആമി വിറച്ചുകൊണ്ട് അവൻ്റെ ഷർട്ടിൽ മുറുകെ പിടിച്ചു. ആ സമയം രണ്ടുപേരും വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ഇതുവരെ ഇല്ലാത്ത ഒരുതരം വികാരം രണ്ടുപേരെയും വന്ന് പൊതിയാൻ തുടങ്ങി. ആമിക്കാണേൽ എന്തിനാണ് അവൻ്റെ അരികിൽ വന്നത് എന്ന് പോലും ഓർമ്മയില്ലാത്ത അവസ്ഥയായിരുന്നു. രുദ്രനും അത് തന്നെ. എന്നാൽ ഇതൊക്കെ കണ്ട് കണ്ണിൽ അഗ്നിയുമായി മുഷ്ടി ചുരുട്ടി പിടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു ലച്ചു. ദേഷ്യം കാരണം കൺട്രോൾ പോകുമെന്നുറപ്പായപ്പോൾ അവൾ തൻ്റെ മുറിയിൽ കയറി വാതിൽ വലിച്ചടച്ചു. എന്നാൽ ഇതേ സമയം ചുറ്റുമുള്ളതെല്ലാം വിസ്മരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു രുദ്രനും ആമിയും. ആമിയുടെ മുഖമൊട്ടാകെ അവൻ്റെ കണ്ണുകൾ ഓടി നടന്നു. കൺമഷിയാൽ വേലി തീർത്തിരിക്കുന്ന കുഞ്ഞു മേകളിലും വിയർപ്പ് പൊടിഞ്ഞിരിക്കുന്ന നെറ്റിത്തടങ്ങളിലും കുഞ്ഞു നാസികയിലും കവിളുകളിലും ഒക്കെ അവൻ്റെ കണ്ണുകൾ ഓടി നടന്നു. ഒടുക്കം വിറയ്ക്കുന്ന അവളുടെ ചോരച്ചുണ്ടുകൾ കണ്ണിലുടക്കിയതും അവൻ പോലും അറിയാതെ അവളിലേക്ക് അടുത്തു. അവൻ തൻ്റെ നേർക്കാണ് നീങ്ങുന്നത് എന്ന് മനസ്സിലായിട്ടും ഒന്നും ചെയ്യാനാവാതെ തണുത്തുറഞ്ഞ പോലവൾ ആ ഇരിപ്പ് തുടർന്നു. ഒടുവിൽ അവൻ്റെ അധരം അവളുടെ അധരവുമായി കോർത്തപ്പോൾ അവളുടെ മിഴികൾ താനെ അടഞ്ഞുപോയി. ഒരു ചെറുപൂവിൽ നിന്നും തേൻ നുകരും പോലെ അവളുടെ അധരങ്ങളെ വളരെ മൃദുവായി അവൻ നുണയാൻ തുടങ്ങി. രണ്ടുപേരുടെയും ചുണ്ടുകളും പല്ലും നാവും എന്തിനേറെ ഉമിനീർ പോലും ഒന്നായി. ഇതുവരെ അറിയാത്ത അനുഭൂതിയുടെ ആലസ്യത്തിലായിരുന്നു ആമി. ആ ഒരു ചുംബനം അവളുടെ ഹൃദയത്തിൽ എന്നോ ഒളിപ്പിച്ചു വെച്ച അവനോടുള്ള പ്രണയം പോലും മറനീക്കി കൊണ്ടുവന്നു എന്നവൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ എപ്പോഴും അവളും അവനെ തിരികെ ചുംബിച്ചു തുടങ്ങിയിരുന്നു. അങ്ങനെ ദീർഘനേരത്തെ ചുംബനത്തിന് ശേഷം നാവിൽ ചോരയുടെ രുചി അറിഞ്ഞപ്പോൾ അവർ ഇരുവരും മനസ്സിലാ മനസ്സോടെ വേർപെട്ടു. അപ്പോളായിരുന്നു അവർ രണ്ടുപേർക്കും സ്ഥലകാല ബോധം വന്നത് തന്നെ. പൊട്ടിയ ചുണ്ടുകളും അയിനുലെന്ന മുടിയുമായി തൻ്റെ മടിയിലിരിക്കുന്ന ആമിയെ ഏതോ ലോകത്തെന്ന പോലെ രുദ്രൻ നോക്കിയിരുന്നു. എന്നാൽ അവൻ്റെ ആ നോട്ടം നേരിടാനാവാതെ ആമി പെടുന്നനെ അവനിൽ നിന്നും എഴുന്നേറ്റ് മാറി താഴേക്കോടി. കാന്താരി. അവൾ പോണത് നോക്കി നിന്ന രുദ്രൻ അതും പറഞ്ഞുകൊണ്ട് ഒരു ചിലികയലെ ബെഡിലേക്ക് വീണു. അപ്പോൾ അവൻ്റെ മനസ്സിൽ മുഴുവനും ആമി മാത്രമായിരുന്നു. ലച്ചുവിൻ്റെ ഒരു ഓർമ്മകളും എന്തിന് അവളെ ഒന്ന് കാണാൻ പോലും തനിക്ക് തോന്നാത്തത് എന്തുകൊണ്ടാണ് എന്നവൻ ആലോചിച്ചു കിടന്നു. ഇതേസമയം താഴേക്കോടിയെത്തിയ ആമി ചെന്നുപെട്ടത് അടുക്കളയിൽ നിന്നും ചിപ്സും കഴിച്ചുകൊണ്ട് ആടിപ്പാടി വരുന്ന ദച്ചുവിൻ്റെ മുന്നിലാണ്. ആമിയുടെ ആ കോലം കണ്ടപ്പോൾ ദച്ചു കയ്യിലുള്ള ചിപ്സിനെ പോലും മറന്നുകൊണ്ട് വായും തുറന്നുകൊണ്ട് അവളെ നോക്കി. എന്താടി? അവൾ നോക്കുന്നത് കണ്ട് ചടപ്പ് തോന്നിയെങ്കിലും മുഖത്ത് ഇത്തിരി ഗൗരവം വരുത്തിക്കൊണ്ട് ആമി ചോദിച്ചു. അത് ഞാൻ നിന്നോടല്ലേ ചോദിക്കണ്ടേ? എന്ത് കോലാ നിൻ്റെ? ഒരുമാതിരി യുദ്ധം കഴിഞ്ഞു വരുന്ന പോലെ അവളെ അടിമുടി നോക്കിക്കൊണ്ട് ദച്ചു പറഞ്ഞു. ആ ലച്ചുമോളൂസിനെ കൊണ്ടൊരു ഉപകാരമുണ്ടായി. ആമിയും ദച്ചുവും ഒന്നായല്ലോ. ഓ എൻ്റെ പൊന്നോ, നീ ചക്കിന് വെച്ചത് കൊക്കിന് കിട്ടിയെന്നൊക്കെ കേട്ടിട്ടില്ലേ? അതൊക്കെ തന്നെയാണ് അവസ്ഥ. ആദ്യം ഞാനൊന്ന് പോയി കുറച്ച് വെള്ളം എടുത്ത് കുടിക്കട്ടെ.
എന്തൊക്കെയോ പെറുപെറുത്ത് കൊണ്ട് പോകുന്നവളെ ദച്ചു ചിരിയാലെ നോക്കി. ആമി പഴയ പോലെ തന്നോട് കൂട്ടുകൂടിയതിൽ ദച്ചു വളരെ ഹാപ്പിയായിരുന്നു. ചിരിയോടെ തിരിഞ്ഞു നടക്കാൻ വേണ്ടി നോക്കുമ്പോഴാണ് സ്റ്റെയറിൽ നിൽക്കുന്ന ദീപുവിനെ കണ്ടത്. അവൾ നോക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ വെപ്രാളത്തോടെ അകത്തേക്ക് കയറി പോകുന്നവനെ നിറഞ്ഞ പ്രണയത്തോടെ ദച്ചു നോക്കി നിന്നു. ദീപുവിൻ്റെ മനസ്സിലും എന്തിനെന്നില്ലാത്ത സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു. അതിൻ്റെ കാരണം ആമിയും ദച്ചുവും ഒന്നായത് തന്നെയായിരുന്നു. ഇതേസമയം റൂമിലെ മുഴുവൻ സാധനവും എറിഞ്ഞുടക്കുകയായിരുന്നു ലച്ചു. ആമിയെ ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കുന്ന രുദ്രനെ ഓർക്കുന്തോറും അവളിൽ ദേഷ്യവും സങ്കടവും പകയും ഒരുപോലെ നിറയാൻ തുടങ്ങി. വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അവൾ. എല്ലാം എറിഞ്ഞുടച്ച ശേഷം തളർന്നുകൊണ്ട് ബെഡിൽ വീഴുമ്പോൾ അവളുടെ മനസ്സിൽ കഴിഞ്ഞുപോയ ദിവസങ്ങളിലെ കാര്യങ്ങൾ ഓർമ്മ വന്നു. അന്ന് കുടിച്ചു വന്നതിന് ശേഷം പരമാവധി അരുണിൽ നിന്നും ഒഴിഞ്ഞു മാറിക്കൊണ്ടാണ് ലച്ചു നടന്നിരുന്നത്. അവനെ കാണുന്തോറും അവളിൽ വല്ലാത്തൊരു സങ്കടം വന്നു നിറയുന്നുണ്ടായിരുന്നു. അതൊരിക്കലും അവൻ കുടിച്ചതിലല്ല, മറിച്ച് ആ ഒരു ശീലമുണ്ടെന്ന് അവളിൽ നിന്നും മറച്ചു വെച്ചതിലായിരുന്നു. അങ്ങനെ കുറേ പ്രാവശ്യം അവളോട് സോറി പറഞ്ഞും ഓരോന്നും വാങ്ങി സന്തോഷിപ്പിച്ചുമാണ് അരുൺ അവളുടെ പിണക്കം മാറ്റിയത്. ആ സമയങ്ങളിലൊക്കെ അരുണിൽ അവളോടുള്ള പ്രതികാര മനോഭാവം മാറി അവിടെ പ്രണയം നാമ്മിട്ട് തുടങ്ങിയിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് അരുണിൻ്റെ ഫ്രണ്ട്സ് നടത്തുന്ന പാർട്ടി കഴിഞ്ഞ് അവർ ഇരുവരും ഫ്ലാറ്റിലേക്ക് വന്നത്. കൂട്ടുകാരുടെ നിർബന്ധപ്രകാരം അന്ന് അരുൺ നന്നായി മദ്യപിച്ചിരുന്നു. ലച്ചു ആടി ആടിക്കൊണ്ട് കുഴഞ്ഞ കൺകളാൽ അവൻ അവളെ വിളിച്ചു. നടക്ക് അരുൺ, ഇന്ന് നീ നല്ലോണം ഓവറായി കുടിച്ചുട്ടോ. നോക്കിക്കോ, ഇനി ഞാനിതിന് സമ്മതിക്കില്ല. അവനെ ബെഡിലേക്ക് കിടത്തുന്നതിനിടയിൽ ലച്ചു പിറുപിറുത്തു. ലച്ചു, ഞാൻ നിന്നെ ചതിക്കുകയായിരുന്നു. നീ എന്നെ അപമാനിച്ചതുകൊണ്ട് എല്ലാം ഈ വിവാഹം പോലും ഡ്രാമ ആയിരുന്നു. കുയർന്ന ശബ്ദത്തിൽ അവനിൽ നിന്ന് മുതിരുന്ന വാക്കുകളിൽ ഒരു നിമിഷം ലച്ചു ഞെട്ടിത്തെറിച്ച് നിന്നുപോയി. അപ്പോഴും അവ്യക്തമായി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് അവൻ കിടക്കുന്നുണ്ടായിരുന്നു. അവനെ ഒന്ന് നോക്കിക്കൊണ്ട് ഹൃദയം പൊടിയുന്ന വേദനയാൽ അവൾ പുറത്തേക്ക് നടന്നു. തൻ്റെ വിധിയോർത്ത് ബാൽക്കണിയിൽ ചെന്നിരുന്നവൾ അലറിക്കരഞ്ഞു. ആ രാത്രി അവൾക്ക് ഉറങ്ങാനേ ആയില്ല. അങ്ങനെ നേരം വെളുത്തപ്പോൾ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവൾ റൂമിൽ ചെന്ന് കുളിച്ച് ഫ്രഷായി കിച്ചണിലേക്ക് നടന്നു. അപ്പോഴേക്കും അരുൺ ഉറക്കം എഴുന്നേറ്റ് അവിടെ എത്തിയിരുന്നു. മദ്യത്തിൻ്റെ എഫക്റ്റിൽ അവന് തലേന്ന് പറഞ്ഞതൊന്നും ഓർമ്മ ഉണ്ടായിരുന്നില്ല. ഹേയ് ലച്ചു, നീ ഇന്ന് നേരത്തെ എഴുന്നേറ്റോ? തിരിഞ്ഞു നിന്ന് പാത്രം കഴുകുന്ന ലച്ചുവിനോടായി അരുൺ ചോദിച്ചു. അവൻ്റെ ചോദ്യവും സാമീപ്യവും അവളിൽ ദേഷ്യവും വെറുപ്പും ഉണ്ടാക്കിയെങ്കിലും അവൾ പരമാവധി ക്ഷമിച്ചു നിന്നു. നീ എന്നോട് ദേഷ്യമാണല്ലേ? സോറിടാ, ഇന്നലെ കുടിച്ചത് ഓവറായിപ്പോയി. അവളൊന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് അരുൺ തന്നെ പറഞ്ഞു. എന്നാൽ അപ്പോഴും അവൾ മറുപടി ഒന്നും പറഞ്ഞില്ല. ഓക്കെ, നീ നല്ല ദേഷ്യത്തിലാണെന്ന് മനസ്സിലായി. ഞാനൊന്ന് ഫ്രഷായി വന്നിട്ട് നിന്റെ ദേഷ്യം തീർക്കാട്ടോ. അവളുടെ ഇടുപ്പിൽ ചെറുതായി പിച്ചിക്കൊണ്ട് തിരിഞ്ഞു നടന്ന് അവൻ്റെ പിന്നിലൂടെ ചെന്ന് ദേഷ്യം കൊണ്ട് വിറച്ച അവൾ ഒരു തവിയെടുത്ത് അവൻ്റെ തലയ്ക്കടിച്ചു. അപ്പോൾ തന്നെ രക്തം വാർന്നു കൊണ്ടവൻ നിലത്തേക്ക് ബോധം മറന്നുകൊണ്ട് വീണിരുന്നു. ഇതേസമയം നിലത്ത് വീണ് കിടക്കുന്ന അവനെ പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് ലക്ഷ്മി തൻ്റെ ലഗേജ് പാക്ക് ചെയ്ത് അവിടെ നിന്നും ഇറങ്ങി. എവിടെ പോകണം, എന്തു ചെയ്യണം എന്നറിയാതെ നിൽക്കുമ്പോഴാണ് രുദ്രൻ്റെ മുഖം ഓർമ്മ വന്നത്. അപ്പോൾ തന്നെ എന്ത് സംഭവിച്ചാലും അവനെ നേടണമെന്ന ലക്ഷ്യത്തിൽ വീട്ടിലേക്ക് തിരിച്ചു. ഒരു തിരശീലയിൽ എന്ന പോലെ കഴിഞ്ഞുപോയ ഓരോന്ന് മനസ്സിലോടിയെത്തപ്പോൾ അവൾ അടഞ്ഞിരുന്ന മിഴികൾ വലിച്ചു തുറന്നു. അപ്പോൾ ആ മിഴികളിൽ ദേഷ്യം മാത്രമായിരുന്നു.